ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കടലക്കറിയാണ്. അപ്പോൾ അതുണ്ടാക്കാൻ ഞാനിവിടെ അടുപ്പത്തൊരു പാത്രത്തിൽ എണ്ണ വെച്ച് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളിയിട്ട് അതൊന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഉപ്പും കൂടി ഇതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ടൊന്ന് ചെറിയൊരു കളർ മാറ്റം വന്നതിന് ശേഷം അതിൽ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് ഒന്നത് ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആവശ്യത്തിന് നോക്കിയിടുക. ഇവിടുത്തെ മുളക് പൊടി നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ 1/2 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. പിന്നെ മല്ലിപ്പൊടി കുറച്ച് തോന വേണം, അതിൽ മല്ലിപ്പൊടി ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല അത് ഇട്ടൊന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കടല വേവിച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, ആ വെള്ളം ഇതിലേക്ക് ലേശം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്നാലേ കടലിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ നോക്കണം കേട്ടോ, നേരത്തെ ഉള്ളി വാട്ടാൻ വേണ്ടി എടുത്തിരുന്നു, അപ്പോൾ ഉപ്പ് കൂടി പോകരുത്. എന്നിട്ട് ഉപ്പ് ഇട്ടൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കടല വേവിച്ചത് ഇട്ട് കൊടുക്കുക. കടല വേവിക്കണം കേട്ടോ. ഞാൻ തലേന്ന് വെള്ളത്തിൽ കുതിർത്തിയിട്ട് അത് കുക്കറിലൊന്ന് 2-3 വിസിലിൽ എടുത്തതാണ്. അപ്പോൾ അത് വെന്താൽ പെട്ടെന്ന് കറിയാക്കാൻ കഴിയും. അങ്ങനെ കടൽ വേവിച്ച് കറിയിൽ മിക്സ് ചെയ്ത് അതിന് ശേഷം വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചെറിയുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് കരിവേപ്പിലയും പിന്നെ നമ്മൾ തേങ്ങാക്കൊത്തും കൂടി അതിൽ ആഡ് ചെയ്യുക. തേങ്ങാക്കൊത്ത് ആഡ് ചെയ്താൽ നല്ല രസമുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്ത് ആ തേങ്ങാക്കൊത്തിൻ്റെ ഒരു കളർ മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് അടുപ്പത്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണക്കമുളകും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ കറിയിലേക്ക് ഒഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.